ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷമാണ് പ്രോപ്പർലി ഇരുന്നൊരു വീഡിയോ ചെയ്യണത്. അപ്പം ആകെ എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അപ്പം എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കാണുമ്പം അറിയാവുന്ന ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, എന്തിപ്പോൾ വീഡിയോ ഒന്നും കാണാത്തെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഞാൻ 1 ഇയർ വീട്ടിലുണ്ടായിരുന്നില്ല. വീഡിയോസും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു. ഞാൻ വേറൊരു കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ഇയർ ഹോസ്റ്റലായിരുന്നു. അപ്പോൾ അവിടെ ഫോൺസ് യൂസ് ചെയ്യുന്ന കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത്. അപ്പൊ ഇനി ഞാൻ ഇന്ന് വീഡിയോസ് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുന്നതായിരിക്കും. ഞാൻ ഇപ്പൊ വീഡിയോസ് കുറെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും പോയി ചെക്കൗട്ട് ചെയ്യണം. അതല്ലാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടിയാലേ നമുക്കൊരു വീഡിയോസ് ചെയ്യാനുള്ളൊരിത് വരത്തുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഉണ്ടായിരുന്ന വെച്ചാൽ 1 ഇയർ ഞാൻ ഹോസ്റ്റലായിരുന്നു പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ ഒരു വർഷം ഡ്രോപ്പ് ചെയ്ത് 12th കഴിഞ്ഞ് 1 ഇയർ ഡ്രോപ്പ് എടുത്ത് നീറ്റ് റിപ്പീറ്റ് ചെയ്യുമായിരുന്നു 1 ഇയർ. അപ്പം അതിന്റെ ഒരു സ്റ്റോറിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് ഞാനിവിടെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുന്നില്ല, ആൾക്കാരെയും പേര് ഞാൻ പറയില്ല. എൻ്റെ ക്യാരക്ടേഴ്സ് ഒക്കെ ജസ്റ്റ് നിങ്ങൾ ഫിക്ഷണലായിട്ട് ഓർത്ത് വെച്ചോ. കാരണം ആരുടെയും പേരോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടോ ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങൾ, ഏതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല, ഒന്നുമല്ല, എനിക്കുണ്ടായ കുറച്ച് കാര്യങ്ങളും എനിക്ക് തോന്നിയതായിട്ട് കുറച്ച് കാര്യങ്ങളും ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. ഇനിയും കുറെ പേര് നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. അപ്പം ഞാൻ നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് ഞാൻ കുറെ ഇങ്ങനെ സെർച്ച് ചെയ്തായിരുന്നു, എന്തായിരിക്കും അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്കൊന്നും അറിയില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ഞാനിങ്ങനെ കുറെ യൂട്യൂബിലൊക്കെ വീഡിയോസ് സെർച്ച് ചെയ്തായിരുന്നു. അപ്പം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത്ര നല്ല കണ്ടന്റ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇടുന്നത്. കാരണം കുറെ പേരും ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയായിരിക്കും വീഡിയോസ് ഇടുക. ഇപ്പം റിപ്പീറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് വേണ്ടി ആ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയായിരിക്കും വീഡിയോസ് ഇടുന്നുണ്ടാവുക. അപ്പം അവര് നല്ല സൈഡുകളെ പറയാനായിട്ട് ചിന്തിക്കാറുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് എനിക്ക് ഒരു മൊത്തത്തില് ഒരു സ്റ്റുഡന്റ് അവിടെ പോയി കഴിയുമ്പോഴത്തേക്ക് ആ ആൾക്ക് എന്തൊക്കെയാണ് അവിടെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളതെന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ജസ്റ്റ് ഫോർ എൻ ഇൻഫർമേഷൻ അങ്ങനത്തെ ഒരു വീഡിയോ ആണിത്. അപ്പം ദിസ് വീഡിയോ ഈസ് ഓൾ അബൌട്ട് മൈ നീറ്റ് സ്റ്റോറി. അപ്പം ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് ഫുൾ സ്ട്രെച്ചിൽ പോവാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 12th കഴിഞ്ഞിട്ട് 1 ഇയർ ഡ്രോപ്പ് എടുത്ത്. അപ്പൊ ഈ ഒരു ടൈം എന്ന് പറയുമ്പോൾ 12th കഴിഞ്ഞിരിക്കുന്ന പിള്ളേർക്ക് ഭയങ്കര ക്രൂഷ്യലാണ്. അവർക്ക് എന്ത് ചെയ്യണം, ലൈക്ക് ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സംഭവം വരുമ്പോഴത്തേക്ക് എപ്പോഴും ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും കുട്ടികള്. അത് പിയർ പ്രഷർ കാണും, പേരൻസിന്റെ വക അവരുടെ കുറെ അഡ്വൈസസ് കാണും, നമ്മളുടെ ആഗ്രഹങ്ങൾ കുറെ കാണും. അങ്ങനെ കുറെ കാര്യങ്ങളിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും ഈ ഒരു ടൈമിൽ കുട്ടികൾ. അപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം, എക്സ്പീരിയൻസ് ആണ് പറയണത്. 12th കഴിഞ്ഞപ്പോൾ ഞാനും നിങ്ങളെല്ലാവരും പോലെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പൊ ആ സമയത്താണ് എനിക്കൊരു ആഗ്രഹം, എനിക്ക് ചെറുപ്പം തന്നെ ആഗ്രഹമുണ്ട്, ഡോക്ടർ ആവണം എന്നുള്ളത് ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ മനസ്സിൽ. കുറെ വർഷങ്ങളായിട്ടുണ്ട്. പക്ഷെ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് മിക്ക പിള്ളേർക്കും അറിയാം. ഒരു പോയിന്റ് ഓഫ് ടൈം വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് ചേഞ്ച് ചെയ്യും, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് ചേഞ്ച് ചെയ്യും. അപ്പൊ അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയായിരുന്നു. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഒരു മാസം ഒന്ന്, അടുത്ത മാസം വേറൊന്ന്, അങ്ങനെയായിരുന്നു. ഞാൻ എന്നോട് ചോദിക്കുന്ന എല്ലാവരുടെയും ഞാൻ പറയും എൻ്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ കോൺസ്റ്റന്റ് ആയിട്ട് എനിക്ക് ഒരു ഇഷ്ടമുണ്ടായിരുന്ന ഒരു പ്രൊഫഷനാണ് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രൊഫഷനാണ്. അപ്പം അങ്ങനെയാണ് ഡോക്ടർ എന്നുള്ള ഒരു പ്രൊഫഷൻ എനിക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയായിരുന്നു. അപ്പം ആ ഒരു ടൈം 12th കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഇങ്ങനെ നമ്മൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം ഉണ്ട് എന്ന് മനസ്സിലാവുന്നത്. അപ്പൊ എനിക്ക് ആദ്യം റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പൊ റിപ്പീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ 1 ഇയർ നമ്മൾ ഡ്രോപ്പ് എടുക്കുകയാണ് നമ്മുടെ സ്റ്റഡീസിൽ നിന്ന്. 1 ഇയർ നമ്മൾ ആ എൻട്രൻസിന് വേണ്ടി പരിശീലിക്കുകയാണ്. ഇപ്പൊ അതൊരു നീറ്റ് ആയിക്കോട്ടെ, JEE ആയിക്കോട്ടെ, അങ്ങനത്തെ ഏത് എൻട്രൻസ് ആണെങ്കിലും നമ്മൾ 1 ഇയർ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീഴിൽ ആ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പം അവിടെ ചെല്ലുക. ഞാൻ ഇപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷന് ജോയിൻ ചെയ്തു. അപ്പം ഏപ്രിൽ ലാസ്റ്റൊക്കെ ആയപ്പം ഞാൻ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് ജൂണിലാണ് ക്ലാസ് തുടങ്ങുന്നതെന്നൊക്കെ പറഞ്ഞു. അഡ്മിഷൻ പ്രോസസ് ഒക്കെ വളരെ സ്മൂത്ത് ആയിരുന്നു. നമ്മൾ ഓൺലൈനായിട്ട് എല്ലാം ചെയ്തു. അവിടെ ചെന്നു, ക്യാമ്പസിൽ ചെന്നു, ഹോസ്റ്റലിൽ നമുക്ക് അലോട്ട് ചെയ്തു. ഞാൻ ഹോസ്റ്റലിലാണ് നിന്നത്. അപ്പം ഹോസ്റ്റൽ ലൈഫൊക്കെ നൈസ് ആയിരുന്നു. അതിനെ പറ്റിയൊക്കെ പിന്നീട് പറയാം. അപ്പൊ ഞാൻ ഹോസ്റ്റലിൽ നിന്നു. ഫസ്റ്റ് ഡേ ക്ലാസ്, നമുക്കൊന്നും അറിയത്തില്ല കേട്ടോ റിപ്പീറ്റേഴ്സ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പൊ ഞാൻ നീറ്റ് ആയതുകൊണ്ട് എനിക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 സബ്ജക്ട്സ് ആയിരുന്നു പഠിക്കാനുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് കൂടുതലും ഇഷ്ടം ബയോളജി ആയിരുന്നു പഠിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിലാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ട് എനിക്ക് കൂടുതലും ബയോളജി പഠിക്കാനാണ് ഇഷ്ടം. അതിപ്പം നീറ്റിന് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന ഏത് കുട്ടിക്കും ബയോളജി ആയിരിക്കും ഫസ്റ്റ് അവർക്ക് ഇഷ്ടമുണ്ടാവുന്ന സബ്ജക്ട്. അപ്പം ബയോളജി ആയിരുന്നു എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഹോസ്റ്റലിൽ ചെന്നു. നല്ല കുറെ ഫ്രണ്ട്സിനെ കിട്ടി. ഹോസ്റ്റൽ ലൈഫൊക്കെ അടിപൊളിയാട്ടോ, അതൊക്കെ പിന്നെ പറയാം. ഫസ്റ്റ് ഡേ എനിക്ക് ജൂൺ 15 ക്ലാസ് തുടങ്ങുന്നത്. അപ്പൊ ഞാൻ 13th എനിക്ക് ഹോസ്റ്റലിൽ ചെല്ലണമായിരുന്നു. ഞാൻ ഹോസ്റ്റലിൽ ചെന്നു.
ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാർദ്ദിക്കുന്ന ഒരു സങ്കടമൊക്കെ ആദ്യത്തെ ഒരു ദിവസം ഉണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ കുട്ടികളൊക്കെ നല്ല കമ്പനിയാവുന്ന ടൈപ്പ് ഒരു പിള്ളേരായിരുന്നു. അപ്പം അവരുമായിട്ടൊക്കെ നല്ല കമ്പനിയായി. അപ്പൊ ഞാൻ ഇവിടെ പോകുമ്പോൾ എന്റെ മനസ്സിൽ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാല്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പിള്ളേരെല്ലാം പഠിക്കാൻ വരുന്ന പിള്ളേരാ. നമ്മുടെ ടൈപ്പ് പിള്ളേരൊന്നും അവിടെ കാണത്തില്ല. കൂട്ട് കിട്ടുമോ, നല്ലൊരു ഫ്രണ്ടിനെ കിട്ടുമോ, അങ്ങനെയുള്ളൊരു ഡൗട്ടിലാണ് ഞാൻ ചെന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം നമ്മുടെ വൈബിനുള്ള പിള്ളേരാ, സെറ്റായിരുന്നു. ആ കാര്യത്തിലൊക്കെ ഹോസ്റ്റൽ ലൈഫൊക്കെ അടിപൊളിയായിരുന്നു. ഞാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ എനിക്ക് ഫോൺ അലൗഡ് ഉണ്ടായിരുന്നില്ല. ആഴ്ചയിൽ 3 ദിവസം അരമണിക്കൂർ വെച്ചിട്ടാണ് തരുന്നത്. അപ്പം ആ ഒരു ചെറിയ സങ്കടം എനിക്ക് ഉണ്ടായിരുന്നു ഫോൺ ഇല്ലാത്തതിനുള്ളത്. അതൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ നമ്മൾ കോപ്പപ്പായി പോകുന്നു, കുഴപ്പമുണ്ടാവില്ല. അപ്പൊ നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്, നമ്മൾക്ക് ഇങ്ങനത്തെ കുറെ ടെൻഷൻസ് കാണും. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എന്താവും, എങ്ങനെയാണ് അവിടുത്തെ ടീച്ചിങ്, നമുക്കൊന്നും അറിയില്ല, ഫ്രണ്ട്സിനെ കിട്ടുമോ, അവിടെ നമ്മളെ പോലത്തെ പിള്ളേരുണ്ടാവുമോ എന്നൊക്കെ ഉള്ള ടെൻഷൻ ഉണ്ടാവും. അതൊന്നും വേണ്ട. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് പറ്റിയ പിള്ളേർ, നമുക്ക് പറ്റിയ ഫ്രണ്ട്ഷിപ്സ് ഒക്കെ കിട്ടും. പക്ഷെ നല്ല ഫ്രണ്ട്ഷിപ്പ് നോക്കി ചൂസ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അങ്ങനെ കുറെ നമുക്ക് എന്താണ്, നമ്മുടെ ടൈപ്പ് അല്ലാത്ത കുറെ ഫ്രണ്ട്ഷിപ്സ് ഒക്കെ അവിടെ ഉണ്ടാവും. അതിൽ നിന്നൊക്കെ മാറി നടക്കുന്നതാണ് നല്ലത്. നമ്മുടെ ടൈപ്പുള്ള, നമ്മുടെ ക്യാരക്ടറിനോട് മാച്ച് ആവുന്ന ടൈപ്പ് ഫ്രണ്ട്സ് ഒക്കെ അവിടെ അല്ല. എല്ലാവരോടും മിണ്ടണം. അതാണ് എനിക്ക് അവിടെ പറയാനുള്ളത്. ആദ്യത്തെ കാര്യം. കാരണം നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നമ്മൾക്ക് ഒരു പോയിന്റ് ഓഫ് ടൈം വരുമ്പോഴത്തേക്ക് നല്ല പ്രഷർ ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആരുടെയും പറയാൻ തോന്നും. നല്ല രീതിക്ക് ആൾക്കാരോട് ഫീലിങ്സ് ഷെയർ ചെയ്യാൻ തോന്നും. കാരണം നമ്മളുടെ മനസ്സിൽ ഇത് ഇങ്ങനെ കിടക്കുക. അപ്പൊ അത് പറയാൻ നല്ലൊരു ഫ്രണ്ട് വേണം അല്ലേ. അങ്ങനെ കുറെ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ പിന്നെ അത് ഞാൻ പറഞ്ഞത്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടൊന്നും പറയത്തില്ല. അപ്പൊ ഞാൻ കുറെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ നീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് പഠിക്കാനുള്ള 3 സബ്ജക്റ്റ് ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ബയോളജിക്കകത്ത് തന്നെ ബോട്ടണിയും സുവോളജി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ പഠിക്കാൻ നമ്മളോട് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ക്ലാസ്സിലൊക്കെ ചെല്ലും. ക്ലാസ് ടീച്ചർ ഉണ്ടാവും. ക്ലാസ് ടീച്ചേഴ്സ് എന്ന് പറയണത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണല്ലോ, ഇപ്പൊ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ വളരെ നല്ല ടീച്ചേഴ്സ് ആയിരുന്നു. ക്ലാസ് ടീച്ചർ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. നമ്മളെ വഴക്കൊന്നും പറയത്തില്ല. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവരെ വിളിച്ച് പറയാമെന്ന്, അങ്ങനെ നമ്മുടെ ഒരു ഏജിലുള്ള ടീച്ചേഴ്സ് ആയിരുന്നു അവിടെ. നമ്മുടെ ഒരു ഏജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പ്രായമല്ല, നമ്മളെക്കാട്ടും കുറച്ചുകൂടെ മൂത്ത ടീച്ചേഴ്സ് ആയിരുന്നു, കുറച്ചുകൂടെ മൂത്ത ആൾക്കാരായിരുന്നു. ലൈക്ക് നമ്മുടെ ബ്രദർ സിസ്റ്റർ ആ ഒരു ഏജിലൊക്കെ വരത്തുള്ളൂ. ഒത്തിരി ഏജിലുള്ള ടീച്ചേഴ്സ് ഒന്നും നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സ് ആയിട്ട്, ക്ലാസ് മെന്റേഴ്സ് ആയിട്ട് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ ടീച്ചറൊക്കെ നല്ലതായിരുന്നു, നല്ല സാറായിരുന്നു. എന്റെ ഒരു സാറായിരുന്നു. അപ്പൊ ഞാൻ ആ സാറുമായിട്ട് കൂടുതൽ നമ്മൾ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സാറിനെ വിളിച്ച് പറയാം. നല്ല കെയറിംഗ് ആയിട്ടുള്ള ഒരു ടീച്ചറായിരുന്നു. എല്ലാവർക്കും കിട്ടുക, അങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന എല്ലാവർക്കും അവര് നമ്മളെ ഒട്ടും പ്രഷറൈസ് ചെയ്യത്തില്ല. അങ്ങനെ ഒരു ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞു. നമ്മള് ക്ലാസ് ഒക്കെ തുടങ്ങി. അപ്പൊ ആദ്യമൊക്കെ കോപ്പ് ചെയ്യാൻ ഭയങ്കര ടഫാണ്. കാരണം നമുക്ക് എല്ലാ വീക്സിലും എക്സാം ഉണ്ട്. നമ്മൾ പഠിക്കാൻ പോകുന്നിടത്ത് നമുക്ക് എല്ലാ വീക്കിലും എക്സാം ഉണ്ട്. വീക്ക്ലി എക്സാം ഉണ്ടാവും. 720 മാർക്കിലായിരിക്കും എക്സാം നടക്കുന്നത്. അപ്പൊ അന്ന് ആ വീക്കിൽ പഠിപ്പിച്ച പോർഷൻസ് എല്ലാം നമ്മൾ എക്സാം ഇടാൻ ശ്രദ്ധിക്കും. അപ്പൊ നമ്മൾ ആ ടൈമില് നമ്മൾ +2 കഴിഞ്ഞ് പോകുന്ന ഒരു കുട്ടി അവർക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാനുള്ള, ചിലവർക്ക് കാണും പെട്ടെന്ന് പഠിച്ചെടുക്കാനുള്ള ഒരു ടെൻഡൻസി കുറവായിരിക്കും. കാരണം ആദ്യം നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നോട്ട്സ് എഴുതണം, ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം ക്ലാസ്സിൽ പ്രൊഫസറെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടൈമില്. അപ്പൊ അതൊക്കെ ഭയങ്കര പ്രശ്നമാവും. ആ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ, ആദ്യത്തെ 2-3 ആഴ്ച നമുക്ക് മാർക്സ് ഒക്കെ കുറവായിരിക്കും. അപ്പൊ നമുക്ക് തോന്നും നമുക്ക് പറ്റിയ പണിയല്ല ഇത്, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അതൊന്നും നല്ലൊരു കാര്യം. നമ്മൾ എപ്പോഴും ആത്മവിശ്വാസത്തോടെ ഇരിക്കാൻ, മനസ്സിലാവും. എപ്പോഴും അങ്ങനെ പവറിൽ ഇരുന്നാലും നമുക്ക് തന്നെ നമുക്ക് പറ്റും എന്നുള്ള ഒരു കാര്യം നമുക്ക് എപ്പോഴും നമ്മൾ മനസ്സിലുണ്ടാവണം. അപ്പൊ ആദ്യത്തെ 2-3 ആഴ്ച ഭയങ്കര കഷ്ടമായിരുന്നു. എനിക്കും നല്ല പാടായിരുന്നു. കാരണം നമ്മൾ പഠിച്ച ഒരു രീതിക്ക് പഠിച്ചാൽ നമുക്ക് എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ +2 12th വരെ പഠിച്ച നമുക്ക് ബോർഡ് എക്സാം ആയിരുന്നു. അപ്പൊ നമ്മൾ മഗ്ഗപ്പിംഗ് പ്രോസസ്സാണ് നടന്നുകൊണ്ടിരുന്നത്. +2-ലൊക്കെ 12th-ലൊക്കെ വരെ എപ്പോഴും നമ്മളിങ്ങനെ കാണാതെ പഠിക്കുന്നു, എന്നിട്ട് എക്സാം പേപ്പറിൽ എഴുതുന്നു. ആ ഒരു ഇതായിരുന്നു. നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് MCQs മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മള് 4 മാർക്സ് നമുക്ക് കിട്ടും നമ്മൾ MCQ കറക്റ്റ് ആക്കുവാണെങ്കിൽ. 1 മാർക്ക് നമ്മൾ എഴുതിയതിൻ്റെ അകത്തൊന്ന് പോകും, നമ്മളെ തെറ്റാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമാണ് മെയിൻലി ഉള്ളത്. അപ്പം ആദ്യമൊക്കെ മാർക്ക് ഭയങ്കര കുറവായിരുന്നു. അപ്പം ബയോളജി നമുക്ക് പിന്നെയും ക്യാച്ചപ്പ് ചെയ്തെടുക്കാം. പക്ഷെ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിലെ പ്രൊഫസേഴ്സ് വാസ് റിയലി ഗുഡ്. നല്ല പ്രൊഫസേഴ്സ് ഉണ്ടായിരുന്നു. മോളിക്കുലർ ബേസിസ് ഒക്കെ എനിക്ക് ഇപ്പോഴും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അറിയാം. അതുപോലെ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ബയോളജിയും എല്ലാ സബ്ജക്റ്റിലും ഉണ്ടായിരുന്നു. നല്ല പ്രൊഫസേഴ്സും ഉണ്ട്. എല്ലാവരും മോശക്കാരും ഇല്ല, എല്ലാവരും നല്ല പ്രൊഫസേഴ്സ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ടൈപ്പ് ഷോർട്ട് കട്ട്സ് ഒക്കെ പറഞ്ഞിരുന്ന കുറെ പ്രൊഫസേഴ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് നമ്മള് ഫിസിക്സ് എനിക്ക് കുറച്ച് പാടാണ്. എനിക്ക് ഫിസിക്സ് കുറച്ച് ടഫാണ്. അല്ലെ തന്നെ എനിക്ക് ഫിസിക്സ് കുറച്ച് പാടാണ്. എനിക്ക് ഇഷ്ടം അല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് പൊതുവെ താല്പര്യമില്ല ഫിസിക്സ് പഠിക്കുന്നതിനെ പറ്റി. എന്റെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ മെഡിസിന് പോകുന്ന പിള്ളേർക്ക് എന്തിനാ ഫിസിക്സ്, അതായിരുന്നു. പക്ഷെ എനിക്ക് പിന്നെ മനസ്സിലായി ഫിസിക്സിന്റെ കുറെ ആപ്ലിക്കേഷൻസ് മെഡിസിനിൽ വരുന്നുണ്ട്. അതൊക്കെ പിന്നെ പറയാം, അതൊക്കെ വേറൊരു വീഡിയോ. അത് കഴിഞ്ഞ്
അവിടെ ചെന്നു. ആദ്യത്തെ ഒരു എക്സാം കഴിഞ്ഞു, മാർക്ക് കുറച്ച് കുറവായിരുന്നു. അപ്പൊ നമ്മൾക്കൊരു ഇതുണ്ടല്ലോ, ആദ്യത്തെ ഒരു എക്സാം അല്ലേ, അടുത്ത എക്സാം ഒക്കെ ഉണ്ടല്ലോ, ഇഷ്ടം പോലെ എക്സാം ഉണ്ട്. അപ്പൊ വീക്ക്ലി എക്സാമിന് ഇടയ്ക്ക് മാർക്ക് കൂടും, ഇടയ്ക്ക് മാർക്ക് കുറയും. മാർക്ക് കുറയുന്ന ഓർത്ത് ആരും സങ്കടപ്പെട്ടത് അവസാനം വരെ നിൽക്കണം, അതാണ് നമ്മുടെ എയിം. മനസ്സിലായോ? അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പഠിക്കും. നമ്മൾ പിന്നെ ഓരോ ദിവസം ചെല്ലുമ്പോൾ പഠിക്കുന്നു. ചില ദിവസങ്ങളിൽ പഠിക്കാൻ തോന്നത്തില്ല, അങ്ങനെ കുറെ കാര്യങ്ങൾ വരും. പക്ഷെ അതൊന്നും മൈൻഡ് ആക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ക്യാമ്പസ്, ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷന്റെ ക്യാമ്പസ് വളരെ നല്ല ക്യാമ്പസ് ആയിരുന്നു കേട്ടോ. ഒരു കോളേജ് വൈബുള്ള ക്യാമ്പസ് ആയിരുന്നു. ഇഷ്ടം പോലെ പിള്ളേരുണ്ട്, എവിടെ നോക്കിയാലും പിള്ളേര്. അത്രയും എല്ലാ സ്ഥലത്തു നിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു ഞാൻ പഠിച്ച ക്യാമ്പസിൽ. എന്റെ ക്ലാസ്സിൽ തന്നെ 14 ജില്ലകളിൽ നിന്നുള്ള പിള്ളേരുണ്ടായിരുന്നു. അത്രയും ഡൈവേഴ്സിറ്റിയാണ് ക്യാമ്പസിൽ ഉണ്ടായിരുന്നത്. അപ്പം കുറെ നല്ല ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും, കുറെ നല്ല ഫ്രണ്ട്സിനെ കിട്ടും. പിന്നെ പഠിത്തമൊക്കെ ആ ഒരു ഫ്ലോയിൽ പോകും. കാരണം അവിടെ നമുക്ക് റെഫറൻസ് ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു, ലൈബ്രറി ഫെസിലിറ്റി ഉണ്ടായിരുന്നു. ലൈബ്രറിയിലൊക്കെ ഇഷ്ടം പോലെ ബുക്ക്, അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ബുക്ക് എടുക്കാം. അങ്ങനത്തെ ഒരു വലിയ ലൈബ്രറി, ഇഷ്ടംപോലെ ബുക്ക് എന്ന് പറഞ്ഞാൽ എണ്ണി തീരില്ല, അത്രയും ബുക്ക് ഉണ്ടായിരുന്നു അവിടെ. പ്രീവിയസ് ഇയറിന്റെ കുറെ ക്വസ്റ്റ്യൻസ് ഉള്ള ബുക്ക് ഉണ്ടായിരുന്നു. അതല്ലാതെ നീറ്റിന്റെ തന്നെ ക്വസ്റ്റ്യൻസ് ഉള്ള MTG, അങ്ങനത്തെ കുറെ ഫിംഗർ ടിപ്സ്, അങ്ങനെ കുറെ ബുക്ക് ഉണ്ടായിരുന്നു. ലൈബ്രറി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അവിടെ ഇതുണ്ടായിരുന്നു, റെഫറൻസിന് പോകുന്ന ഒരു ഗുണം എന്ന് വെച്ചാൽ ഹോസ്റ്റലിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പൊ റെഫറൻസിന് പോയി കഴിയുമ്പോഴത്തേക്ക് അവിടെ കുറെ പേരിന്ന് പഠിക്കുന്ന കാണുമ്പോൾ അവരൊക്കെ പഠിക്കുന്നു, അപ്പൊ നമുക്കും പഠിക്കണം, ആ ഒരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാവും. അവർ പഠിക്കുന്ന കാണുമ്പോഴത്തേക്കും നമുക്ക് പഠിക്കാൻ തോന്നും. അതുകൊണ്ടാണ് റെഫറൻസിന് ഞാൻ മിക്കവാറും പോകുമായിരുന്നു റെഫറൻസിന്. കാരണം അവിടെ പോയാലുള്ളൊരു ഇതാണ്, നമ്മൾ ടീച്ചേഴ്സ് എപ്പോഴും നമ്മൾ നോക്കാൻ കാണും. അപ്പൊ നമ്മൾ ആ ഒരു ഇതിൽ നിന്ന് പഠിക്കും. പിന്നെ പ്രൊഫസേഴ്സിനോട് എപ്പോഴും പോയി ഡൗട്ട് ചോദിക്കാൻ അവർ നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു ഞാൻ പഠിച്ചത്. പക്ഷെ ഒരു പോയിന്റ് ഓഫ് ടൈം വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ എക്സാമിനോട് അടുക്കുമ്പം ഒരു ലാസ്റ്റ് 2 or 3 months ഒക്കെ മുന്നേ ആകുമ്പോഴത്തേക്ക് ഒരു മെന്റൽ ബ്രേക്ക് ഡൗണിന്റെ ടൈമുണ്ട്. അപ്പൊ നമുക്ക് തോന്നും നമ്മളെ കൊണ്ട് ഇത് പറ്റില്ല, അങ്ങനെ ഒരു തോന്നൽ നമുക്ക് ഉണ്ടാവും. മനസ്സിലായോ? അപ്പം നല്ല വിഷമം വരും. ചിലപ്പോൾ പേരൻസിനെ കാണാൻ തോന്നും, പേരൻസിനെ വിളിച്ച് സങ്കടം പറയാം. അങ്ങനെ കുറെ ഇഷ്യൂസ്, അങ്ങനെ കുറെ സംഭവങ്ങൾ എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. എന്റെ ആ ഒരു 1 year കുറെ സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ സങ്കടങ്ങൾ ഉണ്ടായിട്ടോ, അതുപോലെ കരഞ്ഞിട്ടുണ്ട്. അപ്പം അതുപോലെ ഒരു സിറ്റുവേഷൻ എനിക്കറിയാവുന്ന ഒരു നീറ്റ് ആസ്പിരന്റ് ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ ഇത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇനി അവിടെ ചെല്ലുമ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾക്ക് മാത്രം ഉള്ളതാണ്, നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവർക്കും ഇതുണ്ട്. പക്ഷെ അതിനെ എല്ലാം ഓവർകം ചെയ്ത് ഫ്രണ്ടിൽ പോകണം, അതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. അതിനെല്ലാം ഓവർകം ചെയ്ത് ഫ്രണ്ടിൽ പോയാൽ മാത്രം നമുക്ക് ഇനിയും പഠിക്കണം, ഇനിയും പഠിച്ചാലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവണം. മനസ്സിലായി? ഞാനിതൊക്കെ നിങ്ങൾക്ക് മോട്ടിവേഷൻ തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം ഞാൻ വിചാരിച്ചത്ര നല്ലോണം എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടുന്ന് പോയപ്പോൾ ഞാൻ നീറ്റും കൊണ്ടേ വരുള്ളൂ, ഇതാണ് എൻ്റെ ഒരു മനസ്സിലിരിപ്പ്. പക്ഷെ എനിക്ക് അത്ര നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ കഴിഞ്ഞ നീറ്റിന്. അപ്പൊ ഞാൻ ഇനി വരുന്ന എന്റെ ജൂനിയേഴ്സിനോട് ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാല്, ഇത് കാണുന്നത് എന്റെ ജൂനിയേഴ്സ് മാത്രമായിരിക്കില്ല, എന്റെ അതേ ഏജിലുള്ള ആൾക്കാരുണ്ടാവും, എന്നാലും എന്നെക്കാട്ടും മൂത്ത ആൾക്കാരുണ്ടാവും. എന്നാലും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് കരുതരുത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു തോന്നലുണ്ടാവും, ഈ പണിക്ക് വരണ്ടായിരുന്നു, ഇതിന് വരണ്ടായിരുന്നു, വേറെ ഏതെങ്കിലും കോഴ്സ് എടുത്താൽ മതിയായിരുന്നു, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. പക്ഷെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ആഗ്രഹത്തിനാണ് നിങ്ങൾ നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നീറ്റോ ജെയ്യോ എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളുടെ ആഗ്രഹത്തിന് ഒരു കോഴ്സ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പറ്റുന്നത്രയും പെർഫോം ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മളെ തന്നെ ഒരിക്കലും പ്രഷറൈസ് ചെയ്യരുത്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾ പേരൻസിന്റെ പ്രഷറും കൊണ്ട് ഒരിക്കലും നമ്മളൊരു ഇതിൽ പോകരുത്. കാരണം നമുക്ക് വർക്ക് ചെയ്യാൻ തോന്നണം, എന്നാലും നമ്മുടെ ബോഡി വർക്ക് ചെയ്യത്തുള്ളൂ. നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡിയും എപ്പോഴും നമ്മുടെ ബോഡിക്കും മൈൻഡിനും, നമ്മുടെ മൈൻഡിന് പറ്റിയാണ് നമ്മുടെ ബോഡി അതിനനുസരിച്ച് പോകത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ആഗ്രഹത്തിന് പോവുക. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് എല്ലാം സെറ്റാവും. നമ്മളിവിടെ ആദ്യം പോകുമ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും, പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിട്ട് നമ്മളൊന്ന് കോപ്പപ്പായി വരുമ്പോഴത്തേക്ക് ഓൾ സെറ്റ് ആവും. പിന്നെ നമ്മൾ പഠിക്കാൻ തുടങ്ങും. മനസ്സിലായോ? പിന്നെ എല്ലാവരും ഒരു പ്രശ്നമാണ് ഫുഡ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഹോസ്റ്റലിൽ അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല, ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു. അങ്ങനത്തെ ഒരു പ്രശ്നം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അതല്ലാതെ തന്നെ ഞങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് കഫറ്റീരിയ ഉണ്ടായിരുന്നു, ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു, അതൊക്കെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അകത്തും ഉണ്ട്. അപ്പൊ അതൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവരുത് ഒരിക്കലും. പിന്നെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എവിടാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മൊമെന്റ്സ് ഒക്കെ ഉണ്ടാവും, അതെല്ലാം എൻജോയ് ചെയ്യണം. ലൈക്ക് അവിടെ പോയി കഴിഞ്ഞാൽ പഠിത്തം മാത്രം, അങ്ങനെ ഒരു സെറ്റപ്പിൽ ഇരിക്കരുത്. നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തിറങ്ങണം, ഇടയ്ക്ക് ആൾക്കാരോട് സംസാരിക്കണം. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഡൗൺ ആയിപ്പോവും. നമ്മളെല്ലാവരോടും സംസാരിക്കണം, എല്ലാ ആൾക്കാരോടും മിങ്കിൾ ചെയ്ത് നിൽക്കണം, അതൊക്കെയാണ്. പക്ഷെ പഠിക്കാതിരിക്കരുതെന്നല്ല, പഠിക്കണം, അതോടൊപ്പം ഇതെല്ലാം കൂടെ ചെയ്യണം. അതാണ് എനിക്ക് ഇനിയുള്ള നീറ്റ് ആസ്പിരൻസിനോട് പറയാനുള്ളത്.
അപ്പം ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഇപ്പം ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇപ്പം ആകാശ് ഉണ്ട്, ബ്രില്യൻ്റ് ഉണ്ട്, സൈലം ഉണ്ട്. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ മാക്സിമം ഇൻപുട്ട് കൊടുക്കുക. അപ്പം അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പം ഇനി ക്ലിയർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, ഈ വർഷം ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല, അല്ല എന്നെ കൊണ്ട് അത്രയും പെർഫോം ചെയ്യാൻ പറ്റിയില്ലെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു റിപ്പീറ്റിന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം. അങ്ങനെ ഒരു ചോയ്സസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോവാന്നുള്ളതേ ഞാൻ പറയത്തുള്ളൂ. എനിക്ക് അത്ര നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റിയില്ല, ഇനിയൊരു റിപ്പീറ്റിന് എനിക്ക് പോകണമെന്ന് താല്പര്യം ഇല്ല. പക്ഷെ ഇനി പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, അവരൊക്കെ ഡെഫിനറ്റ്ലി പോകുന്നുണ്ട്, ട്രൈ ചെയ്യുക. കേട്ടില്ലേ, നെവർ ലേറ്റ് ടു സ്റ്റാർട്ട്, അങ്ങനെ എന്തോ ഒരു കോട്ടുണ്ടല്ലോ, അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മോട്ടിവേഷൻ, നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളെ കൊണ്ട് പറ്റിയില്ല പിന്നെ വേറെ ആരെ കൊണ്ട് പറ്റും, ആ ഒരു രീതിക്ക് വേണം നിങ്ങൾ തീരുമാനിക്കാൻ, ആ ഒരു രീതിക്ക് വേണം പോകാൻ. ലൈക്ക് ആ ഒരു ഫയർ വേണം മനസ്സിലായോ, എന്തും പറ്റും നമ്മളെ കൊണ്ടെന്നുള്ളൊരിത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാവും, അതിലൊന്നും വീഴരുത്. സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം, സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് ഫൈറ്റ് ചെയ്യണം. നമ്മുടെ ഡ്രീമിന് വേണ്ടിയിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യണം. അല്ലാണ്ട് വേറെ ആരോടുള്ള ദേഷ്യത്തിന് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവന് നമ്മളെ മാർക്ക് കൂടുതൽ, അവർക്ക് നമ്മളെ മാർക്ക് കൂടുതൽ, ആ ഒരു ചിന്തയൊന്നും പാടില്ല. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ബെസ്റ്റ് കൊടുത്ത് സ്കോർ ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് അവിടെ പോയി നല്ല മെമ്മറീസ് ഉണ്ടാക്കുക. ഹോസ്റ്റൽ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ഹോസ്റ്റലായിരുന്നു ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തെ. ഞാൻ റിപ്പീറ്റ് ചെയ്തപ്പോൾ ഉള്ളത് ഹോസ്റ്റലൊക്കെ നല്ല അടിപൊളിയാണ്. കാരണം നമ്മള് എങ്ങനെയാ നമ്മുടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പം നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആ ഒരു ലൈഫ് എൻജോയ് ചെയ്യണം. എന്തുണ്ടെങ്കിലും നമുക്കൊരു കഴിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ നമ്മളെ അവിടെ കൊണ്ട് ഷെയർ ചെയ്യും. നമ്മൾ അങ്ങനെ കുറെ സംഭവമാണ്. നമ്മൾ പൈസ ഇട്ട് പിരിവിട്ട സാധനം മേടിക്കും, കഴിക്കാനായിട്ട് മേടിക്കും, എന്നിട്ട് നമ്മൾ പുറത്ത് പോകും ഫുഡ് കഴിക്കാനായിട്ട്. പുറത്തുനിന്ന് കഴിഞ്ഞാൽ അടുത്ത് അങ്ങനെ ഞങ്ങൾ ഗേൾസ് ആയതുകൊണ്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. നമുക്ക് പുറത്ത് അത്ര ദൂരേക്കൊന്നും പോകാൻ പറ്റില്ല, അടുത്തുള്ള സ്ഥലങ്ങളിൽ പോകാമായിരുന്നു, അങ്ങനെയായിരുന്നു. അതല്ലാണ്ട് ഫുഡ് കഴിക്കാൻ പോവുക, അല്ല ഫുഡ് മേടിക്കുക, ഹോസ്റ്റലിൽ നിന്ന് കഴിക്കുക, അങ്ങനെ എന്നിട്ട് കുറെ ആൾക്കാർ കുറ്റം പറച്ചിലൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഹോസ്റ്റലിൽ, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഫ്രണ്ട്സ് തമ്മിൽ, പക്ഷെ അതൊക്കെ സോൾവ് ആവും. അങ്ങനെ മൊത്തത്തില് പഠിത്തത്തോടൊപ്പം നമ്മളിങ്ങനെ കുറച്ചൊക്കെ നമ്മൾ ഫണ്ണടിച്ച് നടക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒത്തിരി നമ്മളെ തന്നെ പഠിത്തത്തിലോട്ട് പ്രഷറൈസ് ചെയ്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്ക് കുറഞ്ഞാൽ ഭയങ്കര സങ്കടമായിരിക്കും. അങ്ങനെ കുറെ ഇതൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ മാർക്കൊക്കെ കുറഞ്ഞാലും ഇടയ്ക്ക് ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുക, ഇടയ്ക്കൊന്ന് വീട്ടിലൊക്കെ പോവുക. വീട്ടിൽ പോലെ വീട്ടുകാരെ വിളിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് ആ ഒരു സെറ്റപ്പ്, ആ ഒരു സങ്കടമൊക്കെ മാറും. പിന്നെ എന്നാ അടിപൊളിയായിട്ട് പഠിക്കുക. ഇനി നീറ്റ് ആസ്പിറൻസിന് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് റിപ്പീറ്റിന് നോക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ പഠിച്ചാൽ നിങ്ങളെ കൊണ്ട് പറ്റും. ഞാൻ നീറ്റ് എളുപ്പമാണെന്നൊന്നും പറയില്ല, അത്ര സിമ്പിൾ എക്സാം ഒന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് ക്ലിയർ ചെയ്ത ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ടാവും. കാരണം പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു എക്സാം എളുപ്പമാണ്. അത്രയും നല്ലോണം നമ്മൾ പഠിക്കുവാണ്, നമ്മൾ അത്രയും വർക്ക് ചെയ്യുവാണ്, ആ എക്സാം എളുപ്പമാണ്, അതെനിക്ക് അറിയാം. പക്ഷെ അതല്ലാണ്ട് നമുക്ക് ചില പോർഷൻസ് ഒക്കെ ഭയങ്കര ടഫായിട്ട് തോന്നാറുണ്ട്. ബയോളജിയിൽ തന്നെ സുവോളജി എനിക്ക് വലിയ പ്രശ്നമായിരുന്നില്ല, പക്ഷെ ബോട്ടണിക്കകത്ത് 2-3 ചാപ്റ്റേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലായിരുന്നു എനിക്കത് പഠിക്കാൻ. പിന്നെ കെമിസ്ട്രിയിൽ എനിക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടായിരുന്ന ഓർഗാനിക് ആയിരുന്നു. ഓർഗാനിക്കും ഇനോർഗാനിക് എനിക്ക് ഇഷ്ടമാണ്. ഇനോർഗാനിക് മറന്നു പോകുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, അത് ഓർക്കുവാണെങ്കിൽ അതിനും സിഗ്നൊന്നും ഇല്ല. പിന്നെ ഫിസിക്കൽ കെമിസ്ട്രി എനിക്ക് കുറച്ച് പ്രശ്നമായിരുന്നു. കാരണം എനിക്ക് ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യുന്നത് എനിക്ക് പറ്റത്തില്ല, അതാണ് എൻ്റെ ഒരു പ്രശ്നം. എനിക്ക് ഫിസിക്സിനോട് താല്പര്യം ഇല്ലാത്തതിൻ്റെ ഒരു കാര്യം അതാണ്. എനിക്ക് ഫിസിക്സിലെ ഇക്വേഷൻസും അതൊക്കെ ഓർത്തിരിക്കാൻ എനിക്ക് ഭയങ്കര പാടാണ്. അതാണ് എനിക്ക് പറ്റാത്തൊരു പ്രശ്നം. അതാണ് എനിക്ക് ഫിസിക്സ് പഠിക്കാൻ, എനിക്ക് അത്ര ഫിസിക്സിൽ വർക്ക് ചെയ്യാൻ പറ്റിയില്ല ഈ 1 ഇയർ റിപ്പീറ്റ് വന്നപ്പോഴത്തേക്ക്. അപ്പം നിങ്ങൾ പഠിക്കുന്ന ടൈമിൽ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ പാടുള്ള സബ്ജക്ട്സിന് കൂടുതൽ ടൈം കൊടുത്ത് പഠിക്കണം. കാരണം അതാണ് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക്. അതിനി ആർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്. നിങ്ങൾക്ക് ഫിസിക്സ് പാടാണെങ്കിൽ ഫിസിക്സിന് കൂടുതൽ ടൈം കൊടുത്ത്, ചിലപ്പം ഞാനൊക്കെ ഫസ്റ്റിൽ പോയപ്പം 2 ദിവസം നമുക്ക് ലീവ് കിട്ടും ഒരു എക്സാമിന് മുന്നേ. ആ ഒരു 3 ചാപ്റ്റർ പഠിക്കാനുണ്ടാവുള്ളൂ, പക്ഷെ നമ്മൾ പഠിച്ചു തരില്ല. പക്ഷെ ലാസ്റ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് സ്പീഡ് കൂടും. അതെന്തായാലും എനിക്ക് ഉറപ്പാണ്. കാരണം അവിടെ പോയി നമ്മൾ ആദ്യം പഠിക്കുന്ന സ്പീഡിലല്ല നമ്മൾ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് പഠിക്കുന്നത്. കാരണം നമ്മൾ ആദ്യം ഒരു 2 ദിവസം എടുത്ത് 3 ചാപ്റ്റർ പഠിക്കാൻ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫിസിക്സിന് 3 ചാപ്റ്റർ അല്ല, മൊത്തത്തിൽ 3, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒരു 4 ചാപ്റ്റർ കാണും. അത് തന്നെ പഠിക്കാൻ ഞാൻ നല്ല രീതിക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊന്നും ഒന്നും അല്ലാന്ന് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ അത്രയും സ്പീഡാവും നമ്മുടെ പഠിത്തത്തിന്റെ, നമ്മൾ പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യാനൊക്കെ തുടങ്ങും. അങ്ങനെ കുറെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അവിടുത്തെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് നമ്മളൊരു 15 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ചിലപ്പോൾ ഉച്ച വരെ സമയം എടുത്ത് നിൽക്കും രാവിലെ തൊട്ട്. പക്ഷെ നമ്മൾ ചെയ്യണം, ചെയ്യാതിരുന്നാല് നമുക്ക് മാർക്ക് കിട്ടില്ല. അപ്പം പരിശ്രമിച്ച് തുടങ്ങിയാലേ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഓരോ രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നത്. അപ്പം അതെല്ലാവരും ശ്രദ്ധിക്കണം. കാരണം എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ഇനി പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരാൾക്ക് അത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് പറഞ്ഞത്.
പിന്നെന്താ, ഇപ്പൊ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലോട്ടുള്ള എല്ലായിടത്തും അഡ്മിഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കി സെലക്ട് ചെയ്യുക. അവിടെ പോയി അവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ ഒന്ന് കാണുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെന്താ, നല്ല കോൺഫിഡൻസോടെ പോവുക. ഇനി റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാര് കോൺഫിഡൻസിന് ഒരു കുറവും വെക്കരുത്. മനസ്സിലായോ? നമ്മളെ കൊണ്ട് പറ്റും. അതിനൊരു കുറവും വെക്കാതെ നിങ്ങൾ പോവുകയാണെങ്കിൽ ഐ ആം ഷുവർ യു വിൽ ക്ലിയർ ദിസ് എക്സാം. മനസ്സിലായോ? അപ്പം എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പം നീറ്റ് റിലേറ്റഡ് ആയിട്ട് ഇപ്പം കോച്ചിങ്ങിന് പോകുന്നതിന് മുന്നേ അല്ലെങ്കിൽ കോച്ചിങ് ടൈമിൽ എന്ത് ക്വറീസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് വറീസ് ഉണ്ടെങ്കിലും എന്തറിയണമെങ്കിലും എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ താഴെ ടാഗ് ചെയ്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയക്കാം. ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യും. ഇനിയിപ്പം റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന ആളെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ ആൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കുറച്ച് ടിപ്സ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, എങ്ങനെയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്നുള്ളത്. അപ്പം അത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ കുറച്ച് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി റിപ്പീറ്റിന് പോകാൻ താല്പര്യമുള്ള കുട്ടികൾക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. വി വിൽ സീ ഓൺ അനദർ വീഡിയോ. ബൈ.